പാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുനന്ദിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനയുടെ പുസ്തകം 55 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങളും പകർച്ചവ്യാധികളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥയെ കർത്താവിൻ്റെ വചനം പറയുകയാണ്. ഒരു മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണ് മരണഭയം. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയം വേദനിക്കുന്നത്? വചനം പറയുകയാണ്, മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒന്നാണ് മരണഭയം. എന്നാൽ ഈ മരണഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമുണ്ട്. മരണം അത് യാഥാർത്ഥ്യമാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനം 9 അധ്യായം 27 വാക്യത്തിൽ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാണ്. ജീവിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും മരണമുണ്ട്. എന്നാൽ മരണത്തോട് കൂടി തീരുന്നതല്ല ഈ ലോകത്തിലെ ജീവിതം. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും മരിക്കും. എന്നാൽ മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. അതായത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഈ ലോകത്തിൽ അവനവൻ ചെയ്ത പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന ഒരു ദിവസം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു, ന്യായവിധിയുടെ ദിവസം. വെളിപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം 14 വാക്യത്തിൽ പറയുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. ശാരീരികമായ ഒരു മരണം അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ മരണമായ ആത്മാവിൻ്റെ മരണം, അതായത് നിത്യനരകം, നിത്യമായ തീപ്പൊയ്ക എന്നുള്ളത് മനുഷ്യൻ്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ലഭിക്കുന്ന പ്രതിഫലമാണ്. അതായത് പാപത്തിൽ ജീവിച്ചാൽ, പാപത്തിൽ മരിച്ചാൽ ആ മനുഷ്യന് ആത്മാവിൻ്റെ മരണമായ രണ്ടാമത്തെ മരണമായ നിത്യ നരകാഗ്നിയിൽ ആ വ്യക്തി വെന്തിരിയും. എന്നാൽ ഈ നിത്യ നരകത്തിൽ ആരും നശിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കണമെന്നാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും മരണമുണ്ട്. മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധിയിൽ ആ മനുഷ്യൻ ലഭിക്കുന്നത് അവനവൻ്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണമാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ദാനിയേലിന്റെ പുസ്തകം 12 അധ്യായം 2 വാക്യം, ഭൂമിയിൽ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായിരിക്കും. ഭൂമിയിൽ മരിച്ചു പോകുന്ന സകലരും ഉണരുന്ന ഒരു ദിവസമുണ്ട്. അതായത് ന്യായവിധിക്കായി മരിക്കുന്ന എല്ലാവരും ഉണരും. അതിനെ പറയുകയാണ്, പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായിരിക്കും. അപ്പോൾ നാം തിരിച്ചറിയണം, ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് തക്കവണ്ണം പ്രതിഫലം ലഭിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ മനുഷ്യൻ ഒന്നിൽ നിത്യമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിത്യമായ നിന്ദയിലേക്ക് മാറ്റപ്പെടുമെന്ന് കർത്താവിന്റെ വചനം പറയുക. അങ്ങനെയാണെങ്കിൽ നിത്യമായ മരണത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശമ്പളമായ ആത്മാവിൻ്റെ മരണമായ രണ്ടാമത്തെ മരണമായ നിത്യ നരകത്തിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം? അതിന് കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ ജീവിച്ച് യേശുവിൽ മൃതരാകുന്ന, മരിക്കുന്ന ഒരു വ്യക്തിക്കാണ് നിത്യജീവൻ. വെളിപ്പാടിന്റെ പുസ്തകം 14 അധ്യായം 13 വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ വചനം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. അവർക്കാണ് നിത്യമായ സ്വർഗരാജ്യം, അവർക്കാണ് നിത്യജീവൻ. വീണ്ടും അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നു, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു,
അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അതായത് ഈ ഭൂമിയിൽ യേശുവിൽ ജനിച്ച്, യേശുവിൽ ജീവിച്ച്, യേശുവിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒന്നാണ് നിത്യ ജീവൻ. വീണ്ടും 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിൽ ജീവിച്ച് യേശുക്രിസ്തുവിൽ മരിക്കുന്നവർക്കാണ് ഒരു ഉയർപ്പ്, അതിലൂടെ നിത്യരക്ഷ. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട സത്യമുണ്ട്, ഇന്ന് ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിക്കുന്നോ ആ ജീവിതത്തിനനുസരിച്ചുള്ള പ്രതിഫലമാണ് സ്വർഗത്തിലെ ദൈവം മരണത്തിന് ശേഷം നൽകുന്നത്. അതായത് യേശുക്രിസ്തുവിൽ ജനിച്ച്, യേശുക്രിസ്തുവിൽ ജീവിച്ച്, യേശുക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്കാണ് നിത്യരക്ഷ അല്ലെങ്കിൽ നിത്യജീവൻ എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും യോഹന്നാൻ രക്ഷാസുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിൽ ജീവിച്ച് യേശുവിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായവിധി കൂടാതെ, ന്യായവിധിയിൽ രണ്ടാമത്തെ മരണമായ നിത്യ നരകത്തിൽ നിന്ന് നിത്യമായ ജീവിതത്തിലേക്ക് ദൈവം ആ വ്യക്തിയെ മാറ്റുകയാണ്. വചനം പറയുന്നു, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിൽ ജീവിച്ച് യേശുവിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ ഉണ്ടെങ്കിൽ, യേശുവിനെ ഉപേക്ഷിച്ച് പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, പിശാചിൻ്റെ അടിമ നുകത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിത്യജീവൻ അവകാശമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നല്ലോ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാഭിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പോൾ എല്ലാവരും സ്വർഗരാജ്യം പ്രാപിക്കണം, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ വചനം പറയുകയാണ്, പാപം ചെയ്യുന്നവർ ഒരിക്കലും നിത്യമായ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. വീണ്ടും ഗലാത്യ ലേഖനം 5-ാം അധ്യായം 20-21 വാക്യങ്ങൾ വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നു, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ പാപം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവരാജ്യം, സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. വീണ്ടും വെളിപ്പാടിന്റെ പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യത്തിൽ വീണ്ടും കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പോകുകയത്രേ. അത് രണ്ടാമത്തെ മരണം. അതായത് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ ആ വ്യക്തിക്ക് രണ്ടാമത്തെ മരണമായ നിത്യ നരകാഗ്നിയാണ്, തീപ്പൊയ്കയാണെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, പാപമോചനം സ്വീകരിക്കുക എന്നത് മാത്രം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4, 5, 7 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അതായത് ഈ ലോകത്തിൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്
പാപമോചനത്തിലൂടെ നിത്യരക്ഷയുണ്ട്, നിത്യജീവനുണ്ട്. ഈ സത്യം തിരിച്ചറിയാതെ അനേകം പേര് ഇന്നും പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുകയാണ്. ഇനി സത്യം അറിഞ്ഞിട്ടും ഈ സത്യത്തിനനുസരിച്ച് ജീവിതത്തിനൊരു ക്രമീകരണമില്ലാതെ, അതായത് എനിക്കൊരു മരണമുണ്ട്, പാപത്തിൽ മരിച്ചാൽ നിത്യമായ നരകമാണ്, അതായത് മരണത്തിന് ശേഷം എനിക്ക് ലഭിക്കാൻ പോകുന്ന നിത്യമായ നരകമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പാപത്തിൽ ജീവിക്കുന്ന എത്രയോ വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വചനം പറയാണ്, കരുണാസമ്പൂർണനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. ദൈവം നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാ? കർത്താവിന് വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം. അതായത് പിതാവായി ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി തീരുവാൻ ഏൽപ്പിച്ചു തന്ന സ്നേഹമാണ് സാക്ഷാൽ സ്നേഹം. തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ കിടന്ന് രക്തത്തിൽ കുളിച്ച് വേദനയോടെ പിടഞ്ഞ് മരിക്കുവാൻ ഏൽപ്പിച്ചു തന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചതെങ്ങനെ? അവൻ ദൈവമായിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം നമുക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി. അതുകൊണ്ട് വചനം പറയുന്നു, ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ നമ്മെ ഇരുത്തുവാൻ അവൻ നമ്മെ സ്നേഹിച്ചു. അതായത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സ്വർഗരാജ്യം, നിത്യജീവൻ പ്രാപിക്കണം. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ചുവെങ്കിൽ ആ സ്വർഗരാജ്യം പ്രാപിപ്പാൻ, ആ നിത്യജീവൻ പ്രാപിപ്പാൻ നാം പാപിയാണെന്ന് സമ്മതിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ ക്രൂശിൽ തകർക്കപ്പെട്ട മുറിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ മുറിവിൽ നിന്നൊഴുകുന്ന രക്തത്താൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കരങ്ങളിൽ മുറിവുമായി എഴുന്നള്ളി വന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ആ യേശുവിൻ്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തത്താൽ വിശ്വസിക്കുന്നവർക്ക് തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പിതാവായ ദൈവം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുന്ന അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ നാം പാപമോചനം സ്വീകരിക്കുന്നുവെങ്കിൽ അതിലൂടെ നമുക്ക് നിത്യരക്ഷയുണ്ട്, നിത്യജീവൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിത്യജീവൻ പ്രാപിക്കാൻ എന്താണ് നിത്യജീവൻ എന്ന് നാം ആദ്യം തിരിച്ചറിയണം. എന്താണ് നിത്യജീവൻ? വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവിന് വചനം പറയുന്നു. കർത്താവ് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. എന്താണ് നിത്യജീവൻ? എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവായ ദൈവത്തെ ഞാൻ അറിയുക. വീണ്ടും ഞാൻ ചെയ്തു പോയ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന് എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ഇതറിയാത്ത എത്രയോ ജനങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എന്നാൽ ഇത് അറിഞ്ഞിട്ടും ഈ നിത്യജീവൻ പ്രാപിക്കാതെ, യേശുവിനെ കർത്താവും ദൈവമായ ഹൃദയത്തിൽ സ്വീകരിക്കാതെ, യേശുക്രിസ്തു മുഖാന്തരമുള്ള സൗജന്യമായ പാപമോചനം സ്വീകരിക്കാതെ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന എത്രയോ വിശ്വാസികൾ. ഇന്ന് നാം തിരിച്ചറിയണം, യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. വീണ്ടും കർത്താവിന് വചനം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായം 20-ാം വാക്യം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അപ്പം നിത്യജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക്, യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവൻ സൗജന്യമായി ലഭിക്കുകയാണ്. ഒരു മനുഷ്യൻ അവൻ ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ ഭാഷയിലോ ഗോത്രത്തിലോ ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി, അവൻ സത്യദൈവവും നിത്യജീവനുമാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ യേശുക്രിസ്തു മുഖാന്തരം ആ വ്യക്തിക്ക് നിത്യജീവൻ ലഭിക്കുന്നു, നിത്യമായി സ്വർഗരാജ്യം ലഭിക്കുന്നു. വീണ്ടും റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവിന് വചനം പറയുന്നുണ്ട്. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരു മനുഷ്യന് നിത്യരക്ഷ പ്രാപിക്കാൻ
ഒരേ ഒരു മുഖാന്തരമേ ഉള്ളൂ, ഒരു മുഖാന്തരം മാത്രം. എന്താണ് ആ മുഖാന്തരം? വചനം പറയുകയാണ്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ആ വ്യക്തി രക്ഷിക്കപ്പെടും. അത് രക്ഷ വ്യക്തിപരമാണ്. ഒരു മനുഷ്യന് നിത്യരക്ഷ എന്ന് പറയുന്നത്, നിത്യജീവൻ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. എൻ്റെ നിത്യരക്ഷ, എൻ്റെ നിത്യജീവൻ എനിക്ക് മാത്രമാണ്, എനിക്ക് സ്വന്തമായിട്ടാണ്. ഞാൻ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, ഞാൻ നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ കർത്താവാണെന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ വിശ്വസിക്കുകയും അത് ഞാൻ വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഞാൻ നിത്യരക്ഷ, നിത്യജീവൻ പ്രാപിച്ചു. അത് ഏത് ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും, ഏത് മനുഷ്യനാണെങ്കിലും നിത്യരക്ഷ പ്രാപിക്കാൻ യേശുവിനെ കർത്താവും ദൈവവുമായ ഹൃദയത്തിൽ വിശ്വസിക്കണം, ഏറ്റുപറയണം. നമുക്കറിയാം, കുരിശിൽ യേശു കിടക്കുന്ന സമയത്ത് 2 കള്ളന്മാർ ഇരുവശങ്ങളിലായിട്ട് അതേപോലെ കുരിശിൽ കിടക്കുന്നുണ്ട്. അതിലൊരു കള്ളന് മനസ്സിലായി, ഇവൻ നിത്യജീവനാണ്, ഇവനിലൂടെയാണ് നിത്യരക്ഷ. ആ യേശുവിനെ കണ്ടുകൊണ്ട് ആ കള്ളൻ പറഞ്ഞു, കർത്താവേ, നീ രാജാവായി വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ, നിന്റെ രാജ്യത്തിൽ എന്നെ കൂടി ഓർക്കണമേ എന്ന് അവൻ ഹൃദയത്തിൽ അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. അതായത് യേശുവിനെ കർത്താവ് ദൈവമായി ആര് വിശ്വസിക്കുന്നോ ആ നിമിഷം അവൻ നിത്യജീവൻ, നിത്യരക്ഷ പ്രാപിക്കുകയാണ്. കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യം, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല. നിത്യജീവനാകുന്ന, സത്യദൈവവും നിത്യജീവനുമാകുന്ന യേശുക്രിസ്തു അല്ലാതെ സ്വർഗരാജ്യം പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ മറ്റൊരു നാമം ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും കർത്താവ് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. അതായത് നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ മുഖാന്തരമല്ലാതെ, യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും നിത്യജീവൻ, നിത്യരക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. വീണ്ടും കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. അതായത് യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരിക്കുന്നത് ലാഭമാണ്. കാരണം ഈ ഭൂമിയിൽ ദുഃഖങ്ങളും വേദനകളും കഷ്ടതകളും രോഗങ്ങളും നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം ഒരു വ്യക്തി മാറ്റപ്പെടുമ്പോൾ വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ പറുദീസയായിരിക്കുന്ന ആ സ്വർഗരാജ്യം ആ വ്യക്തിക്ക് അവകാശമാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് മരണം ഒരു ലാഭമാണ്. 2 പത്രോസ് 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രദ്ധിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. അതായത് നിത്യജീവനിലേക്കുള്ള വിളിയാണ് എൻ്റെ വിളി. അതുകൊണ്ട് പാപം ഉപേക്ഷിച്ച്, ലോകത്തിൻ്റെ മോഹങ്ങൾ ഉപേക്ഷിച്ച്, ജഡത്തിൻ്റെ ആസക്തികൾ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൽ ഒരു വിശുദ്ധ ജീവൻ നയിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചാൽ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നാം ഉറപ്പിച്ചാൽ, നാം ക്രിസ്തുയേശുവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം നാം പ്രാപിച്ചിരിക്കുകയാണ്. അതായത് മരണത്തിന് ശേഷമാണ് നിത്യമായ സ്വർഗരാജ്യം, നിത്യമായ ജീവിതം എന്നെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കത് സ്വന്തമാക്കുവാൻ, അവകാശമാക്കുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. എങ്ങനെ? യേശുക്രിസ്തുവിനെ കർത്താവ് ദൈവമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലൂടെ. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്, മരണത്തിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട്, അത് യേശുവിനോടുകൂടെ നിത്യമായ ജീവിതമാണ് എന്ന് ഏറ്റവും വലിയ പ്രത്യാശ. കർത്താവിന്റെ വചനം പറയുന്നു, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഒരു വിശ്വാസത്തിന് ഏറ്റവും വലിയ പ്രത്യാശയാണ്, കൂടാരമായ ഞങ്ങളുടെ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, കരങ്ങളാൽ നിർമ്മിക്കാത്ത,
നിത്യമായൊരു ഭവനം ദൈവം എനിക്ക് ദാനമായി, സമ്മാനമായി സ്വർഗത്തിൽ നൽകും. ഇതാണ് ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ. വീണ്ടും ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ്, ഈ ഭൂമിയിലല്ല എൻ്റെ പൗരത്വം. ഞാൻ ഏതാനും വർഷങ്ങൾ താൽക്കാലികമായി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നിത്യമായ ജീവിതത്തിലേക്ക് വേണ്ടി ഈ ഭൂമി വിട്ട് പോകുന്നൊരു ദിവസമുണ്ട്. അതായത് എൻ്റെ പൗരത്വം ഈ ഭൂമിയിലല്ല, അത് സ്വർഗത്തിലാണെന്ന് പരിശുദ്ധനായ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ഞാൻ ഈ ഭൂമിയിൽ എന്നെങ്കിലും ഞാൻ മരിക്കും, മരണത്തിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട്, അത് സ്വർഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ നിത്യമായൊരു ജീവിതമാണ് എന്നൊരു പ്രത്യാശ പ്രാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രത്യാശയുള്ള ഒരു വ്യക്തി പാപത്തെ വെറുത്തുപേക്ഷിക്കും, പാപത്തെ കുടഞ്ഞു കളയും, ലോകത്തിൻ്റെ മോഹങ്ങളെ വെറുത്തുപേക്ഷിക്കും, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ വെറുത്തുപേക്ഷിക്കും. യേശുവിനെ പ്രതി ലാഭമായിരുന്ന സകലവും ഛേദമെന്നെണ്ണി നിത്യമായ സ്വർഗം ലക്ഷ്യമാക്കി ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാധിക്കും. നമുക്കത് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് നിത്യരക്ഷ, നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. 2 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം എങ്ങനെ പറയുന്നു, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും, അവനെന്നേക്കും മഹത്വം. ആമേൻ. പരിശുദ്ധനായ പൗലോസ് എഴുതിയിരിക്കുകയാണ്, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിനായി രക്ഷിക്കും. ഇതാണ് ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ. അവന് എന്നേക്കും മഹത്വം. അതായത് നിത്യരക്ഷ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, അത് സൗജന്യമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവ് ദൈവമായി സ്വീകരിക്കുന്നതിലൂടെയാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, ഇരുളും വെളിച്ചവും ഒരേ മുറിയിൽ ഒരേ സമയം വസിക്കുകയില്ല. ഒന്നല്ലെങ്കിൽ വെളിച്ചം, അല്ലെങ്കിൽ ഇരുട്ട്. ഇരുട്ടുള്ളിടത്ത് വെളിച്ചമില്ല, വെളിച്ചമുള്ളിടത്ത് ഇരുട്ടില്ല. ഇതുപോലെ യേശുവിനെ കർത്താവും ദൈവവുമായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ പിന്നെ പാപത്തിന് ആ ഹൃദയത്തിൽ സ്ഥാനമില്ല. നാം പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നില്ല, നിത്യജീവൻ നമ്മിൽ വസിക്കുന്നില്ല. അതുകൊണ്ട് എന്നേക്കുമായി പാപത്തെ വെറുത്തുപേക്ഷിച്ച് നിത്യജീവനാകുന്ന സത്യദൈവവും നിത്യജീവനുമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിനോട് ജീവിച്ച് യേശുക്രിസ്തുവിൽ മരിച്ചാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് നിത്യമായ രക്ഷയാണ്, നിത്യമായ ജീവിതമാണ്. ആ നിത്യജീവൻ പ്രാപിക്കാൻ തിരിച്ചറിയുക, എനിക്കൊരു മരണമുണ്ട്. അതെപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഉണർന്നിരിക്കണം. എപ്പോൾ മരിച്ചാലും ആ മരണത്തിലൂടെ യേശുക്രിസ്തു മുഖാന്തരം നിത്യരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നമുക്കും ആഗ്രഹിക്കാം. നമ്മളെ മുറുകെ പറ്റുന്ന എല്ലാ പാപങ്ങളും പാപ സാഹചര്യങ്ങളും വെറുത്തുപേക്ഷിച്ച് യേശുവിനോട് കൂടെ ജീവിച്ച് യേശുക്രിസ്തുവിൽ മരിച്ച് യേശുവിനോടുകൂടെ നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്കൊരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും അവിടെ നിശ്ചയിച്ചിരിക്കുന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ, ഞങ്ങളുടെ മരണം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കും ഞങ്ങൾക്ക് അറിയില്ല. കർത്താവെ, ഞങ്ങളുടെ മരണത്തിന് മുമ്പ് യേശുവെ അങ്ങേ കർത്താവും ദൈവവുമായ ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിന്റെ തിരുമുറിവിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവ്വരും വഴി വന്നുപോയ എല്ലാ പാപങ്ങളും നിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ന്യായവിധിയിൽ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യമായി സ്വർഗരാജ്യം പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ അവിടെ അങ്ങേ കർത്താവും ദൈവവുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിത്യരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക്. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് മാതിരം ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Somebody